തെരുവു നായകളുടെ ദയാവധത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തദ്ദേശ വകുപ്പ്. മാറ്റാനാകാത്ത രോഗമുള്ള നായകളെ ദയാവധത്തിന് വിധേയമാക്കാം. ജീവൻ നിലനിർത്താൻ പറ്റാത്ത അത്രയും ഗുരുതരമായി പരിക്കേറ്റവയും ദയാവധം ചെയ്യാമെന്ന് നിർദ്ദേശം. പേവിഷബാധയുള്ളവ, അക്രമകാരികളായവ എന്നിവയ്ക്കും ദയാവധമാകാം. ഇതിനായി സ്ട്രേ ഡോഗ് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശം. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ദയാവധം നടപ്പിലാക്കാനുള്ള തീരുമാനം, അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്, മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ സമിതികളിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക? മധു, ദയാവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് നിർദ്ദേശമായി തന്നെ നേരത്തെ തന്നെ തദ്ദേശ വകുപ്പ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ പ്രധാനമായും ഈ ദയാവധം സംബന്ധിച്ച് കൃത്യമായൊരു മാർഗനിർദ്ദേശം അത് വേണമെന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് മീറ്റിംഗ് കൂടുകയും പിന്നാലെ തന്നെ ഒരു മാർഗനിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ പറഞ്ഞതുപോലെയാണ്, മാറാത്ത ഒരു രോഗമുള്ള നായ്ക്കളെ ആണെങ്കിൽ അതിനെ ദയാവധം ചെയ്യാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ജീവൻ നിലനിർത്താൻ കഴിയാത്ത അത്രയും പരിക്കേറ്റ ഒരു നായയാണെങ്കിൽ അതിനെയും ദയാവധം ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളത് കൂടി ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, പേവിഷബാധയുള്ള അതീവ അക്രമകാരികളായിട്ടുള്ള നായകളാണ് ഉള്ളതെങ്കിൽ അവയെയും ഈ ദയാവധം ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളത് കൂടി ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഒപ്പം തന്നെ ഇതിന് കൃത്യമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടായിരിക്കണം അതിന്റെ അടുത്ത നടപടികളെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് തദ്ദേശ വകുപ്പ് ഈ മാർഗനിർദ്ദേശത്തിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഒരു സ്ട്രേ ഡോഗ് മാനേജ്മെന്റ് കമ്മിറ്റി ഇതിന്റെ ഭാഗമായി രൂപീകരിക്കണമെന്ന കാര്യം കൂടി തദ്ദേശ വകുപ്പ് പറയുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ തന്നെ അംഗീകൃതമായ ഒരു സർജൻ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ദയാവധം ചെയ്യുന്നത് പാടില്ല. പകരം ഈ ഞരമ്പുകളിൽ കുത്തിക്കൊണ്ടുള്ള ആ രീതി തന്നെ പിന്തുടരണമെന്നൊരു കാര്യം കൂടി ഇപ്പോൾ തദ്ദേശ വകുപ്പിന്റെ മാർഗനിർദ്ദേശത്തിൽ ഉത്തരവായി തന്നെ പറയുന്നുണ്ട്. മാധു, ഓക്കെ, സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. പേവിഷബാധയുള്ള നായ്ക്കൾ, മാറാരോഗമുള്ള നായ്ക്കൾ ചികിത്സിച്ചാലും രക്ഷയില്ല, ആരോഗ്യം നിലനിൽക്കാൻ കഴിയില്ല, ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന നായകൾ, അക്രമകാരികൾ, ഇവയൊക്കെ ദയാവധം നടത്താമെന്നുള്ളതാണ് മാർഗനിർദ്ദേശമായി പുറത്തു വന്നിരിക്കുന്നത്.